കോൺഗ്രസ് നേതാവായ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട പല വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യമൊക്കെ കിട്ടി. പക്ഷേ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് മാന്യനായ ഒരു കോൺഗ്രസ് നേതാവെന്നാണ് ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും കരുതുന്നത്. എന്നാൽ ചില പെൺകുട്ടികളെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ രണ്ട് സ്വഭാവമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇപ്പോൾ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതേക്കുറിച്ചൊക്കെ വിശദമായിട്ട് ചോദിച്ചറിയാനായിട്ട് നിയമവിദഗ്ധൻ, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, 40ലധികം ബുക്കുകൾ എഴുതിയിട്ടുള്ള ഡോക്ടർ പി വിജയൻ നമ്മളുണ്ട്. ഡോക്ടർ പി വിജയൻ, സ്വാഗതം. സാർ, എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുവെ കണ്ട വളരെ മാന്യനാണ്, ജനങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്, ചെറുപ്പക്കാരനാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2 പീഡന പരാതികൾ വരികയും ചെയ്തു. എന്തായിരിക്കും രാഹുലിൻ്റെ ഇത്തരത്തിലുള്ളൊരു സ്വഭാവത്തിന് കാരണം? ഞാൻ അദ്ദേഹത്തിൻ്റെ സ്വല്പം വീഡിയോസും പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ അദ്ദേഹത്തെ ആക്രമിക്കുന്ന കുറച്ച് വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പം അപ്പം ഈ ഒരുപാട് പേഴ്സണാലിറ്റി ഡിസോർഡറുകൾക്ക് പരിഹാരം കൊടുക്കാനുള്ള ഒരുപാട് ക്ലാസ് എടുക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു പക്ഷേ എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു CSPD എന്ന് പറയുന്ന ഒരു ഡിസോർഡർ, ചെറിയൊരു ഡിസോർഡറാണ്. പക്ഷേ ലോകത്തിൽ അതിൽ ഒരു 4% മുതൽ 6% വരെ കേരളത്തിലുള്ളവർക്ക് ഇതുണ്ട്. അപ്പോൾ CSPD എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പൽസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ. അപ്പോൾ അത് നമുക്ക് വരാനായിട്ടുള്ള മെയിൻ റീസൺ ഈ പറഞ്ഞ വളരെ ഏർലി ചൈൽഡ്ഹുഡിൽ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കുട്ടികൾക്കാണ് വളർന്നു കഴിയുമ്പോൾ. വേറെ പല റീസൺസ് ഉണ്ട്. ചില ഇതൊക്കെ യൂസ് ചെയ്ത് അഡിക്റ്റീവായിട്ടൊക്കെ വരുന്ന കുട്ടികൾക്ക് വേണേൽ വരാം. പക്ഷേ ഇത് ഇങ്ങനെ ആവാം എന്നെനിക്കൊരു ധാരണയുണ്ട്. എൻ്റെ ഒരു ധാരണയാണ്. അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒക്കെ തോന്നുന്നത്, അപ്പോൾ ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സംഭവമായതുകൊണ്ട് ഇതിൻ്റെ നിയമവശത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, അത് ശരിയല്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ ലോകത്തിലെ ഒരുപാട് നല്ല പേഴ്സണാലിറ്റികൾക്ക് ഈ അസുഖമുണ്ട്. അപ്പോൾ അവരുടെ പല ചക്രവർത്തിമാർക്കുണ്ടായിരുന്നു, US പ്രസിഡൻ്റായിട്ടിരുന്ന ആൾക്കാർക്കുണ്ടായിട്ടുണ്ട്. വേറെ ഒരുപാട് പേർക്ക് ഈ അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഓസ്ട്രേലിയയിലും അപ്പോൾ ഇവിടെയൊക്കെ വരുന്ന സംഭവത്തിനകത്തൊക്കെ. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഈ CSPD ആണെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഇത് കോടതിയിലോട്ട് വിടും. ഇങ്ങനത്തെ കേസ് കിട്ടുമ്പോഴത്തേക്ക് ഇതിപ്പം എന്താണ്, ഈ കോടതി നടപടിയൊന്നും ആയില്ലല്ലോ. കോടതിയിൽ നടപടിയായിട്ട് വരുവാണെങ്കിൽ പലപ്പോഴും ചെയ്യുന്നത്, കോടതി ഇത് മനസ്സിലാക്കിയിട്ട് ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ എക്സ്പേർട്ട് ഒപ്പീനിയന് വേണ്ടി വിടും. അപ്പോൾ അതേക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ട് അവർക്ക് ഇത് ബോധ്യമാവുകയാണ്, CSPD ആണെന്ന് ബോധ്യമാവുകയാണെങ്കിൽ കോടതി തന്നെ പറയും, നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ആ ഒരു സ്വഭാവം, അപ്പോൾ അവിടെ അങ്ങനെ ഒരു സ്വഭാവം വരുമ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ആ ഒരു ഡിസോർഡർ ആണെന്ന് മനസ്സിലായ മിക്കവാറും രാജ്യങ്ങളെല്ലാം അവരോടൊരു കമ്പാഷനേറ്റ് ആയിട്ടാണ് പെരുമാറുന്നത്. കുറച്ചുകൂടെ ലഘൂകരിച്ച് പറയുകയാണെങ്കിൽ അമിതമായ ലൈംഗിക ആസക്തി, ആ ആസക്തി കൂടി വരുമ്പോൾ അത് ജോലിയെ, തൻ്റെ പ്രൊഫഷനെ, തൻ്റെ വീട്ടുകാരുടെ ഇടപെടലിനെ, തൻ്റെ സമൂഹത്തിലുള്ള ചുറ്റുമുള്ള ആളുകളുടെ ഇടപെടലിനെയൊക്കെ അത് ബാധിക്കും. ഇതല്ലേ കുറച്ച് മലയാളീകരിച്ച് പറയും. പിന്നെ ഇവർക്ക് സംബന്ധിച്ച് ഭയങ്കര എനർജി ആയിരിക്കും. ഇവർ ഏത് രംഗത്ത് പ്രവർത്തിച്ചാലും, ഇപ്പോൾ കലാസാഹിത്യ മേഖലയൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. തന്നെ ഇവർക്ക് നന്നായിട്ട് സംസാരിക്കാനും ഈ ഭയങ്കര പിന്നെ ഈ കമ്പാഷനൊക്കെ ഇവർക്കുണ്ടാകും. അവരിലൊക്കെ ഒരുപാട് നന്മ കാണും. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ മാത്രം, ഇപ്പം ബിൽ ക്ലിൻ്റൻ്റെ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, ബിൽ ക്ലിൻ്റൻ ഇതുണ്ടായിരുന്നതാണ്. അപ്പോൾ അതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പറ്റിയ ഒരാളെ കാണുമ്പോൾ അവർക്കൊരു ഇമ്പൾസ് വല്ലാതെ വരും. അപ്പോൾ ഇമ്പൾസ് വരുമ്പോൾ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കാനോ അവരുമായിട്ട് പരിചയപ്പെടാനോ, പിന്നെ അത് കഴിഞ്ഞ് രാത്രി വിളിക്കാനോ, പിന്നെ ഇമ്പൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതൊരു ഡിസോർഡറാണ്, പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ മയക്കുമരുന്നൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് വീണ്ടും അതിനോട് ആസക്തി വരത്തില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു ഭയങ്കരമായ ഇമ്പൾസ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഇമ്പൾസ് വരും. അപ്പോൾ ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാകുമ്പോഴാണ് ഒരു ഡിസോർഡർ എന്ന ലെവലിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ കോടതി ചെയ്യുന്ന റീഹാബിലിറ്റേഷനാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് കൺസെൻറ്റോട് കൂടിയൊക്കെയുള്ള സംഭവങ്ങളാണെങ്കിൽ അതൊരു സ്റ്റിഗ്മ ഇല്ലാതൊക്കെ വിടും. സമൂഹത്തിന് ഇവരോട് ഭയങ്കര കമ്പാഷനാണ്. കാരണം വെച്ചാൽ അവർ മാക്സിമം ചെയ്ത് ഒരു കറപ്ഷനോ ഇല്ല സമൂഹത്തിൽ ഒത്തിരി പേരെ ബാധിക്കുന്നതോ അങ്ങനത്തെ കാര്യമല്ല ചെയ്തത്. സോഷ്യൽ കോൺസിക്വൻസസ് ഭയങ്കരമായിട്ടുണ്ടാകുന്നത്. ഇതൊരു
ഒരു എന്താണ് ഒരു ലിമിറ്റഡ് ആളുകളുടെ ഇടയിലായിരിക്കും നിൽക്കുക അല്ലെ, ഇയാളുമായി അടുത്ത് അതെ. ഇടപഴകുന്ന. ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമായിട്ട് വളരെ ക്ലോസ് ആയിട്ട് അടുത്ത് ഇടപഴകിയ കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇതിന്റെ കോൺസിക്വൻസ്. അത് കോടതി വീണ്ടും നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം അവിടെ ചെന്നൊരു മുറിക്കകത്ത് ചവിട്ടി പൊട്ടിച്ച് കയറി ക്രൂരമായിട്ട് ബലാത്സംഗമൊന്നും എല്ലാം ചെയ്യുന്നതല്ലോ, അല്ലല്ല, കൺസെന്റ് ചെയ്യുന്ന. അപ്പം സ്വാഭാവികമായിട്ടും ഈ CSPD ആണെന്ന് മനസ്സിലായ ലോകത്തിലെ എല്ലാ കോടതികളും അവരോട് വളരെ ഒരു രോഗിയാണ്. നമ്മളൊരു ക്യാൻസർ രോഗി വന്ന ഒരാളെങ്ങനെ കല്ലെറിയോ? രോഗമാണ്, സിമ്പതിയായിരിക്കും, അനുകമ്പയായിരിക്കും. അതെ. അപ്പം അങ്ങനെ ഒരു എനിക്ക് മനസ്സിലായത് വെച്ച് നോക്കുമ്പം എനിക്ക് അദ്ദേഹമായിട്ട് വേറെ അടുപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് അനുകമ്പ അർഹിക്കുന്നു. ഇതാണെങ്കിൽ CSPD ആണെങ്കിൽ ഞാനത് പൂർണ്ണമായിട്ടും വെരിഫൈ ചെയ്തിട്ടില്ല, പക്ഷേ ലക്ഷണങ്ങൾ കണ്ടിട്ട് CSPD ആകാം എന്നൊരു അഭിപ്രായമുണ്ട്. സാർ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹവുമായി അടുത്തിടപഴകിയ മറ്റ് കോൺഗ്രസിലെ നേതാക്കൾ, അദ്ദേഹത്തിൻ്റെ സമപ്രായക്കാരായ യൂത്ത് കോൺഗ്രസിലെ ആളുകളിൽ കുറച്ച് പേർക്കെങ്കിലും ഈ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു വൈകൃതം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ? അത് ഒരുപക്ഷെ പുറത്തു പറയാനും പറ്റില്ല. അതെ, ഈ CSPD ഒരു പ്രശ്നം എന്ന് പറഞ്ഞാലേ, ഈ ഞാൻ പറഞ്ഞു 4 മുതൽ 6% വരെ പോപ്പുലേഷനിൽ ജനറലി ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഉണ്ട്. സ്ത്രീകൾക്കും ഉണ്ട്. സ്ത്രീകൾക്കും ഇതുണ്ട്. അപ്പോൾ സ്ത്രീകൾക്കും ഇതുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സിനിമ ആക്ട്രസ്, ഹോളിവുഡിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ അവർ തന്നെ പറഞ്ഞ് ചികിത്സയ്ക്ക് പോയതൊക്കെ പറഞ്ഞ് പബ്ലിക്കിന് അവയർനെസ് കൊടുത്തിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. ഒരുപാട് 100 കണക്കിന് നമ്പറുണ്ട്. അവരിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ചികിത്സ തേടണം, എനിക്കിത് സംഭവിച്ചു, അത് നിങ്ങൾക്ക് ആർക്കും സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കിതെല്ലാം നമുക്ക് ഓൺലൈനിൽ തപ്പിയാൽ കിട്ടും. അപ്പോൾ എന്ത് പറഞ്ഞതുപോലെ പക്ഷേ ഈ നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞത് വളരെ ഒളിച്ചു വെച്ചുകൊണ്ടാണല്ലോ. സ്ത്രീകൾക്കുള്ളതാണെങ്കിൽ ഒട്ടും ഇവിടെ പുറത്തു വരുന്നില്ല. പണ്ടത്തെ രാജ്ഞിമാർക്കൊക്കെ പല രാജ്ഞിമാർക്ക് ഇത് വന്നിട്ടുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഇത് ചെയ്ത് വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ അവരുടെ പേര് ലിസ്റ്റുകൾ എല്ലാം ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏർലി ചൈൽഡ്ഹുഡിൽ വന്നിട്ടുള്ള ഒരു ഡിസോർഡർ. അപ്പോൾ അന്നേരം അവരോട് അനീതി വന്നതിൻ്റെ പേരിലുണ്ടായ മനസ്സിൻ്റെ റിയാക്ഷൻ, അതിൽ നിന്ന് വരുന്ന ഒരു ഇമ്പൾസസ് വളർന്നു കഴിയുമ്പോഴത്തേക്കും, മച്ചുവറായി കഴിയുമ്പോഴത്തേക്കും വരുന്ന ഒരു സംഭവമാണ്. അതിന് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ 2 രീതിയാണ് സാധാരണഗതിയിൽ കോടതികൾ ഇതിനെ റെക്കമെൻഡ് ചെയ്ത്, മെഡിക്കൽ സയൻസ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒന്ന്, ഒരു സൈക്കോളജിസ്റ്റ് വേണം. അപ്പം കാരണം ഇദ്ദേഹത്തിന് CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, ഇതിൻ്റെ കോൺസിക്വൻസ് പറഞ്ഞു അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് സമ്മതിപ്പിക്കണം. രണ്ടാമത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൈക്കാട്രിസ്റ്റ് വേണം. സൈക്കാട്രിസ്റ്റ് ഒരു മരുന്ന് കൊടുക്കണം, അതായത് ഈ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനായിട്ട്. ഇത് ഭയങ്കര കുറ്റകരമായിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, കോടതിക്ക് വീണ്ടും ഒക്കെ വരുവാണെങ്കിൽ ആൻറ്റി ആൻഡ്രോജൻ ഇഞ്ചക്ഷൻ ഉണ്ട്. അതായത് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാൻ. അതൊക്കെ കോടതി വളരെ അപൂർവം ചെയ്യുന്ന കേസാണ്. ലോകത്തിൽ വളരെ ചുരുങ്ങിയ കേസസ് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുന്ന കേസ്. അല്ലെങ്കിൽ ഈ രാഹുലിനെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും മരുന്ന് കൊടുത്താൽ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം തീരുമാനിക്കണം. അതാണെങ്കിൽ ഇഫക്റ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒട്ടും കല്ലെറിയുന്നത് ശരിയല്ല. ശകലം പോയി കല്ലേറുകളെല്ലാം നിർത്തണം. എന്നിട്ട് അദ്ദേഹത്തെ ഇത് നോക്കിയിട്ട് അദ്ദേഹത്തിന് ആ ബിഹേവിയർ ചെയ്യുമ്പോഴത്തേക്കും സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും കൂടെ സർട്ടിഫൈ ചെയ്യും. അപ്പോൾ അദ്ദേഹം ആ ഒരു തെറാപ്പി, ഒരു 6 മാസം തെറാപ്പി എടുത്ത് ഇമ്പൾസ് വരുന്നതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയുമായിട്ടൊരു വലിയ അടുപ്പമായി. അപ്പം പിന്നെ ഇദ്ദേഹത്തിന് ഫിസിക്കലി അട്രാക്ഷൻ ഉള്ളൊരു സ്ത്രീ വരുമ്പോഴത്തേക്ക് അവരുമായിട്ട് അടുക്കാനോ ഉള്ളിൽ നിന്ന് ഭയങ്കര ഒരു ത്വര അങ്ങ് വരിക. അപ്പം അതങ്ങ് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവർക്കും എന്തെങ്കിലുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതും കഴിഞ്ഞ് വേറൊരാളെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, അടുത്തതിലേക്ക് ഈ പറഞ്ഞൊരു ഭയങ്കരമായിട്ട് ഇത് വരും. അത് ഈ പറഞ്ഞ അതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലരിലേക്ക് പുള്ളി പോയിട്ടുണ്ട്. നമ്മളതിനകത്ത് മോശം വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട, സ്ത്രീലെമ്പടൻ ഇങ്ങനൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു ഡിസോർഡർ കൊണ്ടുവന്ന് അതിനുശേഷം ഇത് ഹീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ലോകത്തിൽ വൻ പേഴ്സണാലിറ്റീസ് ആവുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിനകത്ത് ചിലപ്പോൾ പക്ഷേ കേരളത്തിൽ നാളത്തെ ഒരു മുഖ്യമന്ത്രി ചിലപ്പോൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. നമ്മളെല്ലാം കൂടെ ഇങ്ങനെ ഒരു രോഗിയാണെങ്കിൽ, ക്യാൻസർ പോലൊരു രോഗമായത്, അതിന് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ 6 മാസം മരുന്ന് കഴിച്ചാൽ അത് മാറാവുന്ന ആർക്കും വരാൻ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ബ്രദറിന് വരുവാണെങ്കിലോ, അപ്പോൾ എൻ്റെ ബ്രദറിന് വരുവാണെങ്കിൽ, എൻ്റെ മകന് വരുവാണെങ്കിലോ നമ്മളത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫേസ് ചെയ്യാനായിട്ട് വരുമ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഏത് രോഗത്തിനും ട്രീറ്റ്മെൻറ്റ് ഉണ്ടല്ലോ. സാർ, സൈക്കാട്രിസ്റ്റ് ആണ്. ഒരു കാര്യം കൂടി ചോദിക്കണം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ട് വന്നേ, ഇതേ പേരുള്ള മറ്റൊരാളുണ്ട്, രാഹുൽ ഈശ്വർ എന്നവർ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം ഉയർത്തി എല്ലാം നിലവിളിച്ച രാഹുൽ ഈശ്വർ ഇപ്പോൾ ജയിലിനകത്ത് കിടക്കുന്നത്. രാഹുൽ ഈശ്വർ ഒരുപക്ഷെ കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നിരാഹാരമൊക്കെ കിടന്നപ്പോൾ കോടതി കൂടുതൽ കിടന്ന നടപടിയിലേക്ക് എത്തി. രാഹുൽ ഈശ്വറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് എല്ലായിടത്തും കിടന്ന് ബഹളം വെക്കുന്നു. എന്ത് ചർച്ചയിലും എല്ലാവരും നിൽക്കുന്ന പക്ഷത്തിന് നേരെ എതിർപക്ഷത്ത് നിൽക്കുന്നു. ഏതെങ്കിലും ഇരയ്ക്കൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും നിലകൊള്ളുമ്പോൾ പ്രതിക്ക് വേണ്ടി നിലകൊള്ളുന്നു. രാഹുൽ ഈശ്വറിൻ്റെ സ്വഭാവത്തിൽ ഇത്തരം വൈകല്യം ഉണ്ടോ? അപ്പോൾ
അതിനകത്ത് പറയുവാണെങ്കിൽ ഇപ്പം അവസാനം പറഞ്ഞ് എനിക്കും കൂടെ വൈലി ഉണ്ടോ ചോദിക്കരുത്. അല്ല, എല്ലാ മനുഷ്യർക്കും സാറ് പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നം ഉണ്ട്. അപ്പം അപ്പം ഇദ്ദേഹത്തിൻ്റെ അത് പറയുവാണെങ്കിൽ വലിയ ദോഷമില്ലാത്ത അയാളൊരു ഇന്നസെൻ്റാണ്. ഈ രാഹുൽ ഈശ്വർ അയാളൊരു ഇന്നസെൻ്റാണ്. നല്ല പഠിക്കുന്നത്, നല്ല വിവരമുള്ളതും കാര്യപ്രാപ്തിയുള്ള ആളാണ്. ഇയാൾ ഈ കാര്യപ്രാപ്തിയൊക്കെ കൈവരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിൽ അതും ഞാൻ ആകാം എന്നാണ് പറയുന്നത്. മേ ബി ഒരു ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെയാണ് ഈ ക്ലാസ്സിൽ ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഒന്നിക്ക് കയറി സംശയം ചോദിക്കും. നമ്മളൊരു തിയറി പറഞ്ഞ് ചിലപ്പോൾ അവർ സാറേ അതല്ല ഇതാണെന്ന് പറയും. പിന്നെ അവർ ആസ്ഥാനത്ത് കയറിയിട്ട് പറയും. ഒരാളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. മുഴുവൻ അട്രാക്ഷനും അവർക്ക് വേണം. എല്ലാവരും ശ്രദ്ധ ആകർഷിക്കില്ല. ഒരു 8 വയസ്സുള്ള കുട്ടിയുടെ അവസ്ഥയിലേക്ക് അട്രാക്ഷൻ മുഴുവൻ എന്നിലേക്ക്. 2 വയസ്സുള്ള കുട്ടി അമ്മയുടെ ഫോൺ പിടിച്ച് വാങ്ങിക്കുന്നത്. അപ്പോൾ അവർക്ക് എപ്പോഴും ഹോളിസ്റ്റിക് ആയിട്ടുള്ള അറ്റൻഷൻ അവരിലേക്ക് വേണം. പക്ഷെ ഒരു ശരിക്കും പറഞ്ഞാൽ അവരത് അത് വളരെ മൈന്യൂട്ട് പെർസെൻറ്റേജാണ്. മറ്റേത് കുറച്ചുകൂടെ 4 മുതൽ 6% വരെയുണ്ട്. ഇത് മാക്സിമം വന്ന 1% വരെ. ഇത് പക്ഷെ നിരുപദ്രവകരമാണ്, പക്ഷെ എന്നാൽ വലിയ പ്രശ്നമാണ്. അല്ല, അപ്പൊ എനിക്കത് കുറച്ചുകൂടെ ഇതായതേ. അല്ല, കോടതിയിൽ കയറിയിട്ട് കോടതിയിലെ നിയമം അനുസരിച്ച് നമ്മളൊരു അഡ്വക്കേറ്റിന് വക്കാലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. കോടതി ചോദിക്കുമ്പോൾ മാത്രമേ നമ്മൾ സംസാരിക്കാവുള്ളൂ. കോടതിയുടെ ബിസിനസ്സിനകത്ത് കയറി ചെയ്യാൻ പാടില്ല ബേസിക്കായിട്ട്. അപ്പോൾ ഇദ്ദേഹം കുറച്ച് നിയമം പഠിച്ച ആളുമാണ്. പക്ഷെ അവിടെ എന്ന് വെച്ചാൽ അവിടെ പുള്ളി ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഭാഗം കണ്ടത് പുള്ളിക്ക് അവിടെ പറയാൻ്റെ അവസരം ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് യുവർ ഓണർ ഈ ഒഫൻസ് ചെയ്യുന്നവർക്ക് എപ്പോൾ എല്ലാവർക്കും പണിഷ്മെൻറ്റ് എല്ലാവർക്കും ബെയിൽ കൊടുക്കൂലേ, പിന്നെ എനിക്ക് മാത്രമായിട്ട് എന്താണ് ഈ ഒരു സംഭവം വീണ്ടും വന്നപ്പോഴത്തേക്ക് വീണ്ടും കോടതിയോട് എന്താ പുള്ളി പറയാനായിട്ട് ശ്രമിച്ചു. അതും കൂടാതെ പുള്ളിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ പുള്ളി ആ മജിസ്ട്രേറ്റ് കോർട്ടിൽ നല്ല കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ടുള്ള ലോയർ വാദിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് പുള്ളി വേറൊരു വക്കീലിനെ വെച്ചിട്ട് ജില്ലാ കോടതിയിൽ ഒരു സംഭവം കൊടുത്തു. അതായത് രണ്ടാമത് ഒരു ജാമ്യ ഹർജിയും കൂടെ. അതെ, അതൊക്കെ ലോയുടെ ബേസിക്കാണ്. അപ്പം ശരിക്കും പറഞ്ഞത് അങ്ങനെ വരുന്നത് ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒരു ഇമ്പൾസസ് ആകാം. അപ്പം മറ്റേ ലോയർ അറിയാതെ ആയിരിക്കുമോ നീക്കം നടത്തിയത്? അതെ, അതങ്ങനെ ചെയ്യാൻ പാടില്ല. ആ ഒരു കാര്യം കൊണ്ട് അതിൻ്റെ തീർപ്പ് കൽപ്പിച്ചെങ്കിലേ ഇദ്ദേഹത്തിന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ടെക്നിക്കലി ഉള്ള ഇഷ്യൂ ആണ്. അതില്ലാന്നുണ്ടെങ്കിൽ പുള്ളി നേരത്തെ പോകണ്ട. ആ ഒരു സാധനം മൂവ് ചെയ്തതോടുകൂടി അതിൻ്റെ തീരുമാനം വന്നില്ലെങ്കിൽ പുള്ളിക്ക് ഇവിടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ലാത്തൊരു സ്റ്റേജ് വന്നു. അപ്പോൾ ഈ ഹിസ്ട്രിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഇതെല്ലാവർക്കും മനസ്സിലാക്കാമെന്നുള്ളൂ. ഗൂഗിളിനകത്ത് ഈ പറഞ്ഞ ഈ 2 കേസും വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കാരണങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ, എല്ലാം ഉണ്ട്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അത് അദ്ദേഹത്തിന് സ്വയം നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ഒരു CBT കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ ഒരു അഡ്വൈസ് എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ഒരു ട്രീറ്റ്മെൻ്റ് ഒന്നും അല്ലത്. അപ്പോൾ ചെറിയൊരു കൗൺസിലിങ്ങിൻ്റെ ഒക്കെ ആവശ്യമേ ഉള്ളൂ. പുള്ളി അങ്ങനെ, പക്ഷേ പുള്ളിക്ക് ഭയങ്കര കഴിവുള്ളതാണ്. ആ കഴിവിൻ്റെ പൂർണ്ണ എനർജിയാണ്. മറ്റേ രാഹുൽ മാന്തോട്ടത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയിൽ എക്സ്ട്രാ ഓർഡിനറി ക്രിയേറ്റീവ് എനർജി ഉണ്ട്, ഭയങ്കര കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ചെറുപ്പത്തിൽ എന്നോ വന്നു കഴിച്ച, കാരണം ഹീസ് ഓൾസോ വിക്ടിം. മിക്ക 90% പുള്ളിയെ ഈ പറഞ്ഞൊരു 12 വയസ്സിനകത്ത് മിസ്യൂസ് ചെയ്തതിൽ നിന്നുള്ള മാനസികാവസ്ഥയിൽ നിന്നും അതിൻ്റെ ഒരു റിയാക്ഷനാണ്. അപ്പോൾ അത് കോടതി മനസ്സിലാക്കുന്നതോടുകൂടി, അല്ലെങ്കിൽ പൊതുജനം മനസ്സിലാക്കുന്നതോടുകൂടി ഇതേപോലെ കമ്പാഷൻ മാത്രമേ തോന്നേണ്ടതുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മുടെ വീട്ടിലൊരു കുടുംബത്തിലൊരു അംഗമാണെങ്കിൽ ഇതേപോലൊരു ഡിസോർഡർ ഉണ്ട്, നമ്മൾ എന്താ ചെയ്ത് ഇങ്ങനെ കൂട്ടിയിട്ട് തല്ലുവോ? അല്ല, പക്ഷേ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പ്രശ്നം, രാഹുൽ മാങ്കൂട്ടൻ സമൂഹത്തിൽ മാന്യനാണ്, ആ പാർട്ടിക്കുള്ളിൽ വലിയ ജനസമ്മതനാണ്, ഒക്കെ ആണെങ്കിലും അയാളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു ചെറിയ പ്രശ്നമാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇപ്പുറത്തേക്ക് രാഹുൽ ഈശ്വരനെ നോക്കിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം, ഇതായത് ഇംഗ്ലീഷ് ചാനലുകളടക്കം ചർച്ചയ്ക്ക് പോകാൻ കഴിവുള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ. അയാൾക്ക് മലയാളം അറിയാം, ഇംഗ്ലീഷ് അറിയാം, ഹിന്ദി അറിയാം, എന്തിന് സംസ്കൃതം പോലും അറിയാം. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരാളാണ്. പക്ഷേ അയാളുടെയും പ്രശ്നം എന്ന് പറയുന്നത് അനാവശ്യമായ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളാണ്. അപ്പോൾ രണ്ടുപേരുടെയും കഴിവുകളെ ഇത് ഇല്ലാതാക്കിയല്ലേ ചെയ്യുന്നത് ശരിക്കും? ഈ വലിയ പല ആൾക്കാരും ചില രംഗത്ത് എത്തിച്ചേരാൻ ചെറിയ തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കുഞ്ഞു കാര്യമായിരിക്കും. അവിടെയാണ് കൗൺസിലിങ്ങിൻ്റെ പ്രസക്തി, മെൻറ്ററിൻ്റെ പ്രസക്തി. മെൻറ്ററിന് ഇത് മനസ്സിലാവുകയാണെങ്കിൽ മെൻറ്റർ പറഞ്ഞു കൊടുക്കും, യു ഹാവ് ഗോട്ട് ദിസ് പ്രോബ്ലം എന്നൊരു മെൻറ്റർ. ഇപ്പോൾ ആക്ച്വലി എൻ്റെ അടുത്ത് തന്നെ ഞാനൊരു മെൻറ്ററായിട്ട് ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അവരൊന്നും പേരുകൾ പറയാറില്ല, അത് അതിൻ്റെ രീതിയാണ്. ഫിലിം മേഖലയിലുള്ള ഒരുപാട് ഈ പറഞ്ഞ മെൻറ്റീസ് എനിക്കുണ്ട്. ഞാൻ അവരുടെ മെൻറ്ററാണ്. അപ്പോൾ അവർ പലപ്പോഴും സംസാരിക്കുമ്പോഴത്തേക്കും ഞാൻ പലപ്പോഴും പറഞ്ഞു കൊടുക്കും, ഇന്ന കാര്യം അത് ഇന്ന പോലെ ചെയ്യണം, ഇന്നതായിരിക്കണം നമ്മുടെ ബിഹേവിയർ, അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെയുള്ളൊരു ആൾ ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിപ്പോൾ ഇവരിൽ പെടാത്ത ആൾക്കാരും ഉണ്ടല്ലോ.
അപ്പോൾ എപ്പോഴും നമുക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിലത്തെ ഗുണമെന്ന് പറഞ്ഞാൽ സീരിയസ് മിസ്റ്റേക്ക് ഉണ്ടാക്കാതെ ആ മിസ്റ്റേക്കിൽ നിന്ന് അവർ നേരത്തെ തന്നെ നമുക്ക് ആ ഒരു രക്ഷപ്പെടാനുള്ള വഴി പറഞ്ഞു തരും. അപ്പം നമുക്ക് അത് തീർച്ചയായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റുമായിരുന്നു. എന്തായാലും സാർ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടും രണ്ടുപേരുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇത് കണ്ടിട്ട് ഒരുപക്ഷെ കോടതിയെ പോലും സമീപിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് ഗുണം ചെയ്യുമെന്ന്. അങ്ങനെ ആണെങ്കിൽ അത് അവർക്ക് പോസിറ്റീവായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു UK US സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇവർ രണ്ടുപേരെയും സൈക്കോളജിക്ക് വേണ്ടിയിട്ട് ജഡ്ജി വിടും, മജിസ്ട്രേറ്റ് വിടും. നമ്മുടെ നാട്ടിൽ അതിനുള്ള സൗകര്യം ഇല്ലേ? അല്ല, നമ്മുടെ ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം കോടതിയിൽ വന്നില്ലല്ലോ, ഇപ്പം ജാമ്യം ലെവലൊക്കെ അല്ലേ ആയുള്ളൂ. അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ഒരു സിനിമാ നടന് ഈ ചെറിയ ഡിസോർഡറിനകത്ത് ഈ എക്സിബിഷനിസം എന്ന് പറയുന്നൊരു ചെറിയ ഡിസോർഡർ ഉണ്ട്. ലൈംഗിക അവയവങ്ങളൊക്കെ മറ്റുള്ളവരെ കാണിക്കാന്ന്, പിള്ളേരെയൊക്കെ കാണിക്കാന്ന്. അങ്ങനെ ഒരു നടനെ തൃശ്ശൂർ വെച്ച് ന്യൂസിൽ കണ്ടല്ലോ. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ ചെറിയ ഡിസോർഡർ. അപ്പൊ കോടതി ഉത്തരവിട്ടത് ഇന്നത് ചെയ്യാനാ ഉത്തരവിട്ടത്, അയാൾ നേരെ ജയിലിലേക്ക് വിടുവല്ല ചെയ്തത്. അയാൾ തന്നെ സ്വയം പറഞ്ഞു എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്. അതെ. അപ്പൊ ഈ കോടതി ഒത്തിരി കമ്പാഷനേറ്റ് ആണ്. തന്നെയല്ല, ഈ വാദിക്കുന്ന അഡ്വക്കേറ്റ്സ് ഒന്നും അടികൂടുന്നവരൊന്നും അല്ല. അവർ നീതി നടപ്പിലാകണമെന്ന് മാത്രമാണ് അവർക്ക്. മറ്റേ ന്യൂസിനകത്ത് ഒരുപാട് സെൻസേഷനൊക്കെ വരും. ഇപ്പോൾ ഇദ്ദേഹത്തെ ചവിട്ടിത്തേക്കേണ്ട കാര്യമോ കല്ലെറിയേണ്ട കാര്യമോ അതൊക്കെ ഒരു സൈഡിൽ നിന്നുണ്ടാവും. പക്ഷേ കുടുംബത്തിനകത്തുള്ള ആൾക്കാർക്ക് ഇദ്ദേഹത്തെ കളയാൻ പറ്റുമോ? അപ്പോൾ ഈ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ ചെറിയ ഡിസോർഡർ ഉള്ളതുകൊണ്ടായിരിക്കും ഇവർ രണ്ടുപേരും, മേ ബി എനിക്കൊരു കുഞ്ഞ് ഡിസോർഡർ ഉള്ളതുകൊണ്ടായിരിക്കും ഒരു സിമ്പതി എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ ഈ സെക്ഷൽ ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ സെക്സ് തെറാപ്പി ഞാൻ US പഠിച്ചിരുന്നു. അപ്പം ആ കാലഘട്ടത്തിൽ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഈ സെക്ഷൽ ഒഫൻസസ് ഒക്കെ ചെയ്യുന്നവരോട് കൂടുതൽ അതൊരു സിമ്പതറ്റിക്കായിട്ട് കാണേണ്ടതാണ്, ഒരു രോഗമാണ്. ആ രോഗത്തെ ഒരിക്കലും നമ്മൾ അവരെ നശിപ്പിച്ച് കളയരുത് എന്നുള്ള ഒരു സഹതാപം അർഹിക്കുന്നുണ്ട് എന്നുള്ളൊരു മനസ്ഥിതിയിലേക്ക് വന്നു. ഇപ്പോൾ ഈ നമ്മൾ മുമ്പേ പറഞ്ഞതിനകത്ത് CSBD വരുമ്പോൾ ഒത്തിരി പെണ്ണുങ്ങളുണ്ട്, കുടുംബിനികളുണ്ട്, നല്ല സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മളെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് വരുമ്പം അത് ഒരുപാട് ആലോചിച്ച് വെച്ചിട്ട് വേണം അതിന് സൊല്യൂഷൻ കൊടുക്കാനായിട്ട്. ഒരുപാട് കേസൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല, വളരെ ലിമിറ്റഡ് ആയിരിക്കും. എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് ഒന്നെങ്കിൽ അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ ഏതെങ്കിലും നല്ലൊരു മെൻറ്റർ, പലപ്പോഴും മെൻറ്റർ എടുക്കുന്നത് നമ്മൾ ചിലപ്പം സ്റ്റേറ്റിന് പുറത്തുമൊക്കെ എടുക്കും. കാരണം ഒരു ഐഡൻറ്റിറ്റി വ്യക്തമാകാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ്യത്ത് അറിയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ കൂടെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, ഞാൻ ഇവരെ മാത്രം ഓർത്തല്ല പറയുന്നത്, മറ്റാൾക്കാരെ ആണെങ്കിലും വളരെ ഭയങ്കര സാധ്യതയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലുള്ള മെൻറ്റേഴ്സിന് ഡൽഹിയിലൊക്കെ കിട്ടാനുണ്ട്, ഇൻ്റർനാഷണലി കിട്ടാനുണ്ട്. ഓൺലൈനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്വർക്കിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അംറ്റീൻ നമ്പർ ഓഫ് ആൾക്കാരെ കിട്ടാനുണ്ട്. നമ്മൾ ആ ഒരു ഫെസിലിറ്റി എടുത്ത് ഉപയോഗിക്കാനായിട്ട് അത് നഷ്ടപ്പെട്ടു പോയി. ഇദ്ദേഹത്തിനൊരു പ്രശ്നം, ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശ്നം അദ്ദേഹത്തിന് തിരിച്ചറിയാനായിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു സൈക്കോളജിക്കൽ ഇവാലുവേഷന് പോകുമ്പം ഇതാകാനുള്ള സാധ്യത വളരെ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ കേരള സമൂഹം ഇവരോട് ഒരുപാട് കമ്പാഷൻ കാണിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നിയമവിദഗ്ധനാണ്, അതിനപ്പുറത്തേക്ക് സൈക്യാട്രിസ്റ്റാണ്, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പരമായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ തരുന്നതാണ്. ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയാണ്. അപ്പോൾ ഡോക്ടർ വിജയൻ സാറിൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനുള്ളത് ചെറിയൊരു ഡിസോർഡറാണ്, രാഹുൽ ഈശ്വറിനുള്ളതും ഡിസോർഡർ തന്നെയാണ്. പക്ഷേ അത് സമൂഹത്തെ വലിയ തോതിൽ ബാധിക്കുന്നില്ല. ഇവർ ഇത് പരസ്പരം മനസ്സിലാക്കി ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയാണെങ്കിൽ ഊർജ്ജസ്വലതയുള്ള രണ്ട് ചെറുപ്പക്കാരെ വീണ്ടും ഈ സമൂഹത്തിന് തിരിച്ചു കിട്ടും. അവരെ സമൂഹത്തിന് വേണം, കാരണം അവർ രണ്ടുപേരും വിലപ്പെട്ടതും ഭയങ്കര കഴിവുള്ളവരുമാണ്. നമുക്ക് കാത്തിരിക്കാൻ സമൂഹത്തിന് വേണം. ABCക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.